എനിക്ക് ഇന്നും വ്യക്തിപരമായ വലിയ സ്നേഹമുള്ള രണ്ട് നേതാക്കന്മാരാണ് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും. അവർ എൻ്റെ അടുത്ത് മെയിൻ സ്ട്രീമിലേക്കൊക്കെ വരണമെന്ന് സംസാരിച്ചിരുന്നുണ്ടായിരുന്നു. കാരണം എന്നെപ്പോലെ ഒരാൾ യു ഡി എഫിൻ്റെ ഭാഗമാകണം, ഞാൻ ശക്തമായി പിണറായി വിജയനെതിരെ പലപ്പോഴായിട്ട് പറയുന്ന ഒരാളാണ്. അപ്പം നേതാക്കന്മാരോട് നമുക്ക് സ്നേഹമുള്ളപ്പോഴും ചില കാരണങ്ങൾ കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കുള്ളിലേക്ക് വരുന്നതിന് ചില ബുദ്ധിമുട്ടുകളുണ്ടാകും. നേതാക്കന്മാരുടെ നാളെ എനിക്ക് സ്നേഹം കാണും. അപ്പം അതിപ്പോൾ ഞാൻ നേരത്തെ ഇപ്പം BJP ചില വിമർശിച്ചു നിങ്ങൾ പറയുന്ന സമയത്ത് എത്രയോ നേതാക്കന്മാരുടെ വ്യക്തിബന്ധം സുരേഷ് ഗോപി ജയിക്കുമെന്നൊരു, പക്ഷേ UDF ഒപ്പം പല പരിപാടി പങ്കെടുക്കുമ്പോഴും സുരേഷ് ഗോപി ജയിക്കുമെന്നും അത് ആവർത്തിച്ച് ജയിക്കുമെന്നും പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ അത് വ്യക്തിപരമായിട്ടുള്ള സ്നേഹബന്ധങ്ങളും പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് കയറണമെന്ന് പറയുമ്പം ആശയങ്ങളുടെ ചില ബാധ്യതകൾ പേറാൻ എല്ലാ അർത്ഥത്തിലും നമുക്ക് പറ്റണമെന്നില്ല. അപ്പം അല്ല, അത് അല്ല, ഞാനൊരിക്കലും അങ്ങനൊന്നും ഈ അകത്ത് പോകണോ പുറത്ത് വരണോ എന്നുള്ള തീരുമാനം എടുക്കാൻ ഞാൻ ഒന്നും ഈ പാർട്ടിക്കുള്ളിലില്ല. ഞാൻ അകത്ത് വരണോ വേണ്ടയോ എന്ന് തീരുമാനം എടുക്കേണ്ടത് അവരായിരുന്നു. അതിപ്പം അത്തരത്തിലുള്ള ചർച്ചകളൊന്നും നടന്നിട്ടില്ല. അതേസമയം തന്നെ 2020 പോലത്തെ ഒരു പ്രസ്ഥാനം അവർ സംസ്ഥാന വ്യാപകമായിട്ട് അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റ്സും കിഴക്കമ്പലം പോലൊരു സ്ഥലം നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ടിരിക്കും. ഒരു സമയത്ത് ഇപ്പം നമ്മൾ ഗുജറാത്തിനെ കാണിച്ചുകൊണ്ടായിരുന്നു രാജ്യത്തിൻ്റെ ഒരു എന്താണ് മോദിജി ഈ രാജ്യത്ത് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇവിടുന്ന് പല ആൾക്കാരും ഗുജറാത്തിൽ പോയി പഠിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് രാജ്യത്തിൻ്റെ ഏതൊരു പഞ്ചായത്തിനും വന്ന് പഠിക്കാൻ പറ്റിയ ഒരു സ്പേസ് ആയിട്ട് ഇവിടെ കിടക്കുകയാണ് കിഴക്കമ്പലം. അത് കണക്ക് എന്തുകൊണ്ട് ഈ ഒരു പ്ലാൻ നമുക്ക് സംസ്ഥാനം ഒട്ടാകെ കൊണ്ടുവന്നൂടാ, ഈ ഇത്തരം ചിന്തകൾ വന്നു. പിന്നെ ഞാൻ പറഞ്ഞത്, ഈ നിങ്ങളൊരു പക്ഷേ ഞാൻ വി ഡി സതീശനെ അതിശക്തമായി വിമർശിച്ച വീഡിയോ കണ്ടിട്ടില്ല. ഞാനൊരിക്കൽ ജർമ്മനിയിൽ നിന്ന് വരുന്ന സമയത്ത് ദുബായിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ജനങ്ങളോട് കണ്ട സമയത്ത് ഞാൻ അതിനിശിതമായി അദ്ദേഹത്തെ വിമർശിച്ച് ഞാനൊരു വീഡിയോ സംസാരിച്ചു. ആ വീഡിയോ അദ്ദേഹം കാണുകയും അദ്ദേഹം എന്നെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ചിലത് ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. നേതാക്കന്മാരോട് നമുക്ക് വ്യക്തിവിരോധം ഇല്ലാന്ന് ഇപ്പോഴും ആവർത്തിക്കുന്നു, സ്നേഹം മാത്രം.